Hi dears, Nishi's kitchen like swagatham. കഴിഞ്ഞ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിരുന്നു. അത് കുറെ ആൾക്കാർ കണ്ട് ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാവർക്കും താങ്ക്സ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അതിന്റെ ബാക്കി രണ്ടാം ഭാഗമായിട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണാം. ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. ഒരൊർക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വീടൊക്കെ ക്ലീൻ ചെയ്ത് അലക്കി കുളിക്കലെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് വീണ്ടും അടുക്കളയിലേക്ക് വന്നു. ഇപ്പം വൈകുന്നേരത്തെ ചായയും പലഹാരം ആക്കേണ്ട സമയമാണ്. ഇപ്പം അവധിയായതുകൊണ്ട് എഴുന്നേക്കാൻ വൈകുന്നുണ്ട്. ഇത് ചായയും പലഹാരം എല്ലാം ഉണ്ടാക്കാനും കഴിക്കാനും വൈകും. അല്ലെങ്കിൽ 5 മണിക്കൊക്കെ ഉണ്ടാക്കും. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുജിയാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ആദ്യം കൈകൊണ്ട് കുഴക്കാം. നമ്മളെ നാട്ടിലത്തെ ഒരു അടയുണ്ട്, പൂരി ഉണ്ടാക്കി മടക്കി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന അടയുണ്ട്. അതിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷനാണ് ഈ ഗുജിയ. ഇത് ഹോളിക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പോപ്പുലർ നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. ഇത് നോർമലി മൈദയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ മൈദയിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആട്ടയിലും ഉണ്ടാക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് കുറച്ച് കട്ടിയിലെ മാവായിട്ട് കുഴച്ചെടുക്കാം. പൂരിക്ക് കുഴക്കുന്ന പോലെ തന്നെ അത്രയും ലൂസ് വേണ്ട, കുറച്ചധികം കട്ടി വേണം. ഇതിങ്ങനെ കുറച്ച് ക്രിസ്പി, ഇങ്ങനെ കറുമുറ സ്നാക്കാണ്. ഞാൻ നേരത്തെ ഈന്തപ്പഴം അടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ മടക്കി അതിനുള്ളിൽ ഈന്തപ്പഴം വരട്ടിയതും തേങ്ങയും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയത്. ചെറിയൊരു വ്യത്യാസം, അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഈ പാകത്തിന് കുഴച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് കോയ എടുത്തിട്ടുണ്ട്. ഇത് കോയ മാവ എന്നൊക്കെ പറയും. ഇത് പാല് കുറുക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി പാലും പാൽപ്പൊടിയും ചേർത്ത് കുറുക്കി ഉണ്ടാക്കിയത്. ഇത് കുറച്ച് നാൾ മുമ്പേ ക്യാരറ്റ് ഹൽവ എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കലെന്നുള്ളത്. ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് നാൾ നിൽക്കും. ഞാനിപ്പം കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യത്തിന് എടുക്കുമ്പം കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ഒരു പാനിലിട്ട് ചൂടാക്കിയാൽ സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര പഞ്ചസാര ചേർക്കാം. വില്ലതരിയിലെ പഞ്ചസാര ഒന്നും മിക്സിയിൽ പൊടിച്ച് ചേർക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറിയ കഷ്ണങ്ങളാക്കിയതും ഉണക്കമുന്തിരിയും ചേർത്ത് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡിയായി. ഇനി ഗുജിയ ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് കുറച്ച് ഉരുളയെടുത്ത് ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്താം. ചപ്പാത്തി പലകയിലും ഈ തടിക്കും കുറച്ച് എണ്ണ വട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പരത്തിയെടുത്ത് ഇതുപോലത്തെ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിൽ ചെയ്യാം, ഇല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം. നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിന് കുറച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ നിറക്കാം. ഇതിങ്ങനെ മടക്കി ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുത്ത് കളയാം. ഇനി തുറന്നെടുത്ത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കുറച്ച് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം. പൊങ്ങി വരുമ്പം തിരിച്ചിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ടാൽ തീ കുറച്ച് വെച്ച് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ലൈറ്റ് ബ്രൗൺ നിറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഗുജിയ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ബാക്കിയെല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം. മോൾഡ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. ആദ്യം പരത്തിയിട്ട് എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലെ പാത്രം എടുത്ത് അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇതിങ്ങനെ എടുത്ത് മാറ്റി ഇതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ച്
ഇങ്ങനെ മടക്കാം. മടക്കിയിട്ട് ഇതിൻ്റെ അറ്റം ആദ്യം ഒട്ടിക്കാം. ഒട്ടിച്ച് പരത്തിയിട്ട് ഇങ്ങനെ സൈഡ് പ്രസ് ചെയ്തിട്ട് കൈമ എടുത്തിട്ട് ഇങ്ങനെ അറ്റം മടക്കി കൊടുക്കാം. ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ. കൈ കൊണ്ട് ഷേപ്പ് ചെയ്തതും രണ്ട് സൈഡും തിരിച്ചു മറിച്ചുവിട്ട് ആവശ്യത്തിന് ഫ്രീ ആയിട്ടുണ്ട്. ഇത് ഇതാ ഇതിൻ്റെ പരം ഇടുന്നുണ്ട്. ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിരുന്ന് കുക്കിംഗ് ചെയ്യുമ്പോൾ മോൾ ആടിരുന്ന് പഠിക്കും. മോള് ബുക്കിൽ പഠിക്കുന്ന കാര്യമെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടാണ് പഠിക്കല്. ഗുജിയ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന് പഞ്ചസാര സിറപ്പിലിടണം. ഞാനിവിടെ പഞ്ചസാര സിറപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/2 ഗ്ലാസ് പഞ്ചസാര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുറച്ച് കട്ടിയുടെ സിറപ്പാക്കി എടുത്ത് അതിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്താണ്. ഇത് ഈ പഞ്ചസാര സിറപ്പിലിടാതെ ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതിപ്പോൾ ഗുജിയ എന്ന് പറഞ്ഞിട്ട് ആക്കുന്നതുകൊണ്ട് ഇത് ഗുജിയ ഇങ്ങനെയാണ്, പഞ്ചസാര സിറപ്പിലിടും. ഇത് രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ചു മറിച്ചുവിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പുറത്തേക്ക് എടുത്ത് കഴിക്കാം. ഗുജിയ പഞ്ചസാര സിറപ്പിൽ മുക്കി എടുത്തിട്ടുണ്ട്. അപ്പം സ്നാക്ക് റെഡിയാണ്. ഇനി ചായ വെക്കാം. ഇന്ന് കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് തിളപ്പിക്കാം. ഇതിപ്പം പാലും വെള്ളം അളന്നത് കുറച്ച് വലിയ ഗ്ലാസ്സാണ്. നമ്മൾ കാപ്പി കുടിക്കുന്നത് കുറച്ച് ചെറിയ ഗ്ലാസ്സാണ്. ഇത്ര പോലെ വെച്ചാൽ ചെറിയ ഗ്ലാസ്സിന് 2-3 ഗ്ലാസ് ഉണ്ടാവും. ഇവർക്ക് 3 ആൾക്കും ഈ 1.5 ഗ്ലാസ് കാപ്പി മതിയൊന്നും വിചാരിക്കണ്ട. ഇതിലേക്ക് ലേശം പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഉപയോഗിച്ച പഞ്ചസാര ഓർഗാനിക് ഷുഗർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന പഞ്ചസാരയാണ്. ഇത് തിളക്കുമ്പം തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കാപ്പിപ്പൊടി ചേർക്കാം. ഒരു 1-1.5 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റന്റ് കോഫിയാണ്. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ടാൽ നല്ല ഫ്ലേവർ ആയിരിക്കും. കറുവപ്പട്ട ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഈ കറുവപ്പട്ടേൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളി പൊടി ചേർത്താലും മതി. അതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ വൈകുന്നേരത്തെ കാപ്പി പലഹാരം ഗുജിയും റെഡിയായി. കാണാൻ നല്ല പാങ്ങില്ലേ? ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് പ്രത്യേക ടേസ്റ്റാണ്. ഈ കോയും നട്ട്സും ഏലക്കപ്പൊടിയെല്ലാം ചേർത്തിട്ടുള്ള ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പറ്റുന്നവർ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു വെക്കോ. കാപ്പി കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലെ കൊയ്ക്കലായി. പ്രത്യേക മണാണ്, നല്ല ടേസ്റ്റുമാണ്. കാണുമ്പോൾ കുടിക്കാൻ തോന്നില്ലേ? ഇപ്പം ചായ കുടിക്കാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് കണ്ടിട്ട് പാടാൻ തോന്നുന്നു. അപ്പൊ നമ്മ കാപ്പി കുടിക്കലായി. ഞാൻ കാപ്പി ചായ കുടിക്കല ഇങ്ങനെ വേഗം ഒന്നിച്ച് കുടിക്കണം. നമുക്ക് ഇങ്ങനെ ബൂതിട്ടൊന്നും കുടിച്ചിട്ട് കുറച്ച് തണിഞ്ഞു കൂട്ടാ. ഇപ്പം ഈ വീഡിയോ എടുക്കാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കുറച്ച് തണിഞ്ഞു. ഇങ്ങനെ തണിച്ചാ വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ തണിക്കും തണിച്ചെങ്കില്. ഞാനിപ്പോ ഇത് അവധിയായതുകൊണ്ട് ഇവരെപ്പോ ഇങ്ങനെ ഓരോ തിന്നാനിരിക്കുന്നത്. എനിക്കിത് കഴിഞ്ഞിട്ട് ചോറ് തണം, ഉച്ചക്കത്തെ ബാക്കി ചോറ്. ഞാനിപ്പോ ഒറ്റടിക്ക് കുടിച്ച് തീർക്കുന്ന ചായ. കാപ്പി ചായയും കാപ്പിയും മാറുന്നത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയുണ്ട് ഗുജിയ. ഞാൻ തോന്നിട്ട് അപ്പ ചോറൊന്നും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. എന്റെ ലിങ്ക് ഇത് ഇട്ടിട്ടാ. ചായ കുടിച്ചു കഴിഞ്ഞാല് ഉണ്ടാക്കിയ പാത്രം കഴിച്ച പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് അടുക്കളയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാല്
പിന്നെ നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടുന്ന അരി ഇറക്കലായി. ഇതിപ്പം നാളെ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് അരി അരച്ചത്. ലാസ്റ്റ് അത് കഴിഞ്ഞാല് കുക്കറി വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കും ഏട്ടന്റെ കൂടെ. എഡിറ്റ് ചെയ്യുന്ന ഏട്ടനാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെല്ലാം മിസ്റ്റേക്ക് ഉണ്ടാവും, അപ്പൊ അതെല്ലാം കട്ടാക്കേണ്ടതെന്നെല്ലാം ഞാൻ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കും. ഒരുപാട് ലെങ്തി ആയിരിക്കും, എടുത്തത് കുറേ ഉണ്ടാവും. അപ്പൊ അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പം വളരെ കുറച്ചാക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. കട്ടാക്കിയിട്ട് കുറെ ഭാഗം കട്ടാക്കി ചുരുക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം കുറെ എന്തെങ്കിലും പറയുന്നതെല്ലാം തെറ്റിയിട്ടുണ്ടാവും. എന്തെങ്കിലും കുക്കർ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആദ്യം ഉണ്ടാക്കിയിട്ട് തന്നെ ചെയ്യും. അതിന് എഡിറ്റിംഗ് ചെയ്യാൻ കഴിയില്ല. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ ആദ്യം റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പൊ അത് അല്ലെങ്കിൽ അവിടെല്ലാം കട്ടാക്കണ്ടെന്ന് പറയാൻ വേണ്ടി ഞാനിരിക്കും. മുരിങ്ങാക്കയും വേവിച്ചത് വേറൊരു പാത്രത്തിലേക്ക് കട്ടാക്കാനുണ്ട്. പറയുന്നത് നല്ല മിസ്റ്റേക്ക് ആയിരിക്കും. നേരത്തെ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എന്തേരം തോന്നിയത് പറയലാന്ന്. അപ്പൊ എല്ലാം ഒരിക്കൽ പറഞ്ഞാൽ തെറ്റും, എന്നിട്ട് രണ്ടാമത് ആദ്യം റിപ്പീറ്റ് ചെയ്ത് പറയലാന്ന്. അപ്പൊ എല്ലാം എടുക്കും, റെക്കോർഡ് ചെയ്യും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പം അത് ഓരോന്നോരോന്ന് വേണ്ടാത്ത കട്ടാക്കും. വെള്ളരിക്കയും മുരിങ്ങാക്കയും വേവിച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ തേങ്ങ അരച്ചെടുത്തതും ശരിയല്ലേ? ഇപ്പം രാത്രി 10 മണി കഴിഞ്ഞു. ഇനി ഡിന്നറിന്റെ കുക്കിംഗ് തുടങ്ങാനായി. നമ്മ ലേറ്റ് ആയിട്ടാണ് കഴിക്കല്. അപ്പം കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കലാന്ന്. ഇന്ന് നീർദോശയും പനീർ കടായിയാണ് ഇന്നത്തെ ഡിന്നറ്. അപ്പം അത് ഉണ്ടാക്കാൻ തുടങ്ങലായി. അതിന് കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി ഇത് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വഴറ്റുന്നത്. ഇത് വഴറ്റി അരച്ച് ചേർത്തിട്ടാണ് പനീർ കടായി ഉണ്ടാക്കൽ. ഇത് റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിലെല്ലാം കൊടുക്കാം. ചിലപ്പം ഒരു ദിവസത്തെ ഏതെങ്കിലും ഒരു നേരത്തെ ഡിഷ് നേരത്തെ യൂട്യൂബിൽ വീഡിയോ ഇടാത്താണെങ്കിൽ അത് ഷൂട്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ അടുത്ത വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യല്. ഇതിപ്പം പനീർ കടായി ഉണ്ടാക്കുന്നത് നേരത്തെ യൂട്യൂബിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഇത് മോള് ഇങ്ങനെ വീഡിയോ എടുക്കും. നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കടായി. അതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും ഒരു ഉള്ളി മുറിച്ചതും ഒരു ക്യാപ്സിക്കം മുറിച്ചതും ഇട്ട് വഴറ്റുക. ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കെല്ലാം വഴറ്റിട്ടാവുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വഴറ്റി അരച്ചത് ചേർക്കാം. ഇനി ഇത് ഇളക്കി വഴറ്റാം. ഈ അരച്ച് ചേർത്തതിന്റെ പച്ചമണം മാറുമ്പം ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് ഇളക്കി വഴറ്റി ഗ്രേവിക്ക് വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് എണ്ണയിൽ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പനീറിട്ട് ഇതും ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം തുറന്ന് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടാൽ പനീർ കടായി കറി റെഡിയാവും. 5 മിനിറ്റിന് ശേഷം തുറന്ന് മല്ലിയില ഇട്ടിട്ടുണ്ട്. പനീർ കടായി റെഡിയായി. തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നീർദോശക്ക് അരി അരച്ചെടുക്കുക. ഈ നീർദോശ ആകുമ്പം ചുട്ടിട്ട് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അതുകൊണ്ട് ആദ്യം കറി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ നീർദോശ അരി അരച്ച് ചൂടാൻ തന്നെ ചുടും.
ഇത് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്താണ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഞാൻ കാസർഗോഡ് സ്റ്റൈല് ഒരു നീർദോശ നേരത്തെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാസർഗോഡ് സ്റ്റൈൽ പറഞ്ഞാൽ കാസർഗോഡിന്റെ പല ഭാഗത്ത് പല രീതിയിലാണ് നമ്മളെ വീട്ടിലാക്കുന്ന പോലത്തെ ഇട്ടത്. ഇതൊരു കർണാടക സ്റ്റൈല് നീർദോശയാണ് ചൂടുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പം വെറും പച്ചരി മാത്രം അരക്കുന്നത്. നമ്മൾ ചോറും തേങ്ങയിൽ ഇറക്കും. കർണാടകയിൽ ചില ഭാഗത്ത് ഇപ്പം മംഗലാപുര ഭാഗത്തെല്ലാം തേങ്ങയും കൂടെ ചേർക്കലുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലും ഈ പച്ചരി മാത്രം അരച്ചിട്ട് മാവ് നല്ല ലൂസാക്കിയിട്ട് നേർത്തരി ചുടയില് ഇതിലേക്ക് ഈ അരിന്റെ ലെവലിന്റെ ഒരു 1/4 ഭാഗം ലെവലിന് വെള്ളമൊഴിച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കും. അരക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാലേ നല്ലോണം അരിഞ്ഞു കിട്ടുമല്ലോ. അരച്ചു കഴിഞ്ഞാൽ അതിൽ നല്ലോണം വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസ് മാവാന്ന്. ഇത് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. പച്ചരി നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം വേറെ കുറച്ചധികം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇതാ ഈ പാകത്തിന് ലൂസ് വേണം. ഇനി നീർദോശ ചുട്ടെടുക്കാം. അതിന് ഇവിടെ അടുപ്പത്ത് ദോശക്കല്ല് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ വരട്ടാം. ഞാനിപ്പോ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കർണാടക സ്റ്റൈല് കൂടുതലും നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഈ മാവിൽ നിന്ന് ഇങ്ങനെ കുറച്ചധികം കോരി ഇങ്ങനെ വെറുതെ ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവും. ഇതിന് ഇന്ന് ഇളക്കിയെടുക്കാം. ഇത് സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ 4 മടക്കിയിട്ട് സെർവ് ചെയ്യും. നല്ല അടിപൊളി ടേസ്റ്റില് കർണാടക സ്റ്റൈൽ നീർദോശ റെഡിയാണ്. ഇതിനി നമ്മളെ പനീർ കടായും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചൂടോടെ തന്നെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് ഈ ഇരുമ്പ് കല്ലില് എണ്ണ ഒഴിച്ചിട്ട് തന്നെ ചുട്ടാലേ ഇതിന്റെ ശരിക്കും ടേസ്റ്റ് കിട്ടൂലോ. നോൺ സ്റ്റിക്കില് എണ്ണ ഒഴിക്കാതെ ചുട്ടാലൊന്നും ഇതിന്റെ ശരിയായ ടേസ്റ്റ് കിട്ടൂല. രണ്ടാമത്തെ നീർദോശ ചുട്ടിട്ടുണ്ട്. രണ്ടാമത്തെയും ചുട്ടിട്ടുണ്ട്. ഞാൻ മാംഗ്ലൂർ സ്റ്റൈൽ കോക്കനട്ട് ചട്നിയുടെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇങ്ങനെ മസാല ടൈപ്പ് കറിയാണ് നല്ല കോമ്പിനേഷൻ. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കനും മീനെല്ലാം നല്ല കോമ്പിനേഷനാണ്. കർണാടക സ്റ്റൈല് നീർദോശയും പനീർ കടായും ആട്ടനും കിച്ചുവിനും ഡിന്നറിന് കഴിക്കലായി. നമ്മ എല്ലാ ദിവസമൊന്നും ഇങ്ങനെ ദോശ തന്നെയല്ല, ഓരോ ദിവസം ഓരോന്ന് തോന്നിയ പോലെയാണ്. ചില ദിവസം ചോറ് തന്നെ രാത്രി കഴിക്കും, ചില ദിവസം ഇടിയപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം, ചപ്പാത്തി, പൂരി എല്ലാം തോന്നിയ പോലെയാണ്. സൂപ്പർ, അടിപൊളി. നമ്മൾ ഉണ്ടാക്കുന്നതന്നെ നല്ല അടിപൊളിയാണ്. ആട്ടനും മോളും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കഴിക്കലായി. ഞാൻ ഒരു ദോശ മാത്രമേ തിന്നൂലൂ, ബാക്കി ചോറാ തിന്നല്. ബാക്കി ഉച്ചക്കത്തെ ബാക്കി ചോറും കറിയും തിന്നും. എനിക്ക് ചോറും കറിയാണ് ഇഷ്ടം. നല്ല ടേസ്റ്റ് ഇട്ടാ. ഈ പനീർ കടായും നീർദോശയും ഭയങ്കര കോമ്പിനേഷൻ ആണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് സമയം യൂട്യൂബിലിരിക്കും. എഡിറ്റിംഗ് എല്ലാം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് 2 മണിയാവും. അപ്പൊ 2 മണിക്ക് കടന്നുറങ്ങും. ചുരുക്കി പറഞ്ഞാല് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാല് ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, പാത്രം കഴുകുക. ആദ്യം ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, പാത്രം കഴുകുക. ഇത് തന്നെ പണി.